ഹലോ, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. നമ്മളുടെ കാറ്റത്തിക്കിളിക്കൂടിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മഴ തോരും മുൻപേലെ കഥയാണ് കേട്ടോ. അപ്പോൾ മഴ തോരും മുമ്പേലെ ശരണയുടെ വീട്ടിലേക്ക് അവരുടെ കുറച്ച് നേതാക്കന്മാരും അതുപോലെ സമുദായക്കാരും എല്ലാവരും വന്നിട്ട് ശരണയുടെ വീട്ടുകാരിട്ട് പൊരിക്കുകയാണ്. അവരേതോ വലിയ ആ കുട്ടി ഏറ്റവും ഒരു അതിജീവിതയാണ്. ആ കുട്ടി അങ്ങനെ ഒരു കടന്നു വന്ന ഒരു കുട്ടിയോട് പെരുമാറുന്ന പോലെയല്ല പെരുമാറുന്നത്. കാരണം അവർക്ക് ഷൈൻ ചെയ്യാൻ കിട്ടിയ ഒരു അവസരം ഈ കുട്ടിയായിട്ട് ഇല്ലാതാക്കിയ പോലെയാണ് അവരുടെ സംസാരം. അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട്, ശരണ്യ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിന് നിങ്ങൾ എന്നെ ശിക്ഷിച്ചോളൂ, എൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ട്, അവരാ പറയുന്നുണ്ട്, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി ഞങ്ങളുടെ ഒരു കാര്യത്തിലും ഞങ്ങൾ ഇടപെടില്ല. നിനക്ക് വേണ്ടി പിരിച്ച ബക്കറ്റ് പിരിവോ നിനക്ക് തരില്ല, നിനക്ക് ഗവൺമെൻറ് ജോലിയും തരില്ല, ഒന്നും തരില്ല. നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ. ഇങ്ങനെ ഈ പ്രഭാകരൻ്റെ വീട്ടുകാരുടെ കാര്യം ഇനി ആരും അന്വേഷിക്കില്ല, നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവരെ കുറ്റം പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ കൂടിയ ആൾക്കാരോടൊക്കെ പറയും, ഇനിയിപ്പോൾ എന്താ അവിടെ നിൽക്കുന്നത്, പോവാം, എല്ലാം കഴിഞ്ഞില്ലേ, അവരുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ, ഇനി നമ്മളായിട്ട് അവർ ഒരു കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ടാറുണ്ട്, അവരെല്ലാവരും കൂടെ പിരിഞ്ഞ് പോവാണ്. അപ്പോൾ ശരണ്യൊന്നും മിണ്ടാണ്ട് അകത്തേക്ക് കയറി പോവും. അതിൻ്റെ പിന്നാലെ ശരണ്യയുടെ അമ്മയും പോകുന്നുണ്ട് കേട്ടോ. ആ കുട്ടി എന്തെങ്കിലും ചെയ്ത് ജീവിച്ച് പോട്ടെ എന്നല്ലേ വിചാരിക്കുക. മറ്റുള്ളവരുടെ ഇങ്ങനെ ഒരു സംഭവം കിട്ടി എൻ്റെ ലൈഫിൽ, അപ്പോൾ അതൊന്നൊന്ന് റിക്കവറാക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞിടത്തു കൂടെ വണ്ടി പോവുക. കാരണം ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ബാലചന്ദ്രനോട് ദേഷ്യമുണ്ട് പല കാര്യത്തിലും. കാരണം ഇവർ പട്ടപ്പിരിവും അതിനെതിരെ നടക്കുമ്പോൾ ഇയാൾ പറഞ്ഞ കാശ് കൊടുക്കാത്ത ദേഷ്യമാണ് പോലീസുകാർക്കും പാർട്ടിക്കാർക്കും. ഇതിനാണ് ഇപ്പോൾ ഈ കുട്ടി എന്ന് പറഞ്ഞത് ഒരു ഏര മാത്രമാണ് അവർക്ക്. ആ ഒരു ഏര കിട്ടിയ പോലെയാണ് അവർ ഈ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മളെ മനു ഇവിടെ ചെല്ലുന്നതാണ്. രോഹിത്തിനെ ജാമ്യത്തിൽ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് മനു അങ്ങോട്ട് ചെല്ലുന്നതാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവളുണ്ട് ഭവിത ഉമ്മർ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മനുവിനെ കാണുമ്പോൾ ആ മനുവേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലുക. അല്ല പറഞ്ഞു, രോഹിത്ത് എവിടെ വയ്ക്കുമ്പോൾ രോഹിത് ഏട്ടൻ്റെ കാര്യമൊന്നും പറയണ്ട, ഇതിലും ഭേദം ജയിലിൽ കിടക്കുന്നതായിരുന്നു നല്ലത് എന്ന് പറയാം. അപ്പോൾ പറയാം, എന്താ അങ്ങനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, ഇതിപ്പോൾ ഒരു രാജാവിനെ കൊട്ടാരത്തിൽ നിന്ന് പിടിച്ചിട്ട് പുൽക്കൂടലിൽ കൊടുന്ന് താമസിപ്പിച്ച് കഴിഞ്ഞാൽ ആൾക്കും കൂടെ ഉണ്ടാവില്ല ഇത്രയും ദേഷ്യം. ഇതിപ്പോൾ അതിലും കഷ്ടമാണ്. നമ്മളെല്ലാവരും കൂടെ നിർബന്ധിച്ച് രോഹിത്തേട്ടനെ കൊണ്ടുവന്ന പോലെയാണ് രോഹിത്തേട്ടൻ്റെ കാണിക്കൽ. ഇവിടെ ഭയങ്കര ബഹളമാണ്. രാവിലെ കൊടുത്ത ഭക്ഷണം മുഴുവൻ തട്ടിക്കളഞ്ഞു. ഉച്ചത്തേക്ക് കൊടുത്തതും ഒക്കെ മുകളിൽ നിന്ന് കൊടുന്ന് താഴേക്ക് ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം, ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ അതും പറഞ്ഞ് മനു അകത്തേക്ക് ഇപ്പോൾ അച്ഛനെ കാണാൻ പറ്റിക്കുമ്പോൾ ഒരു രക്ഷയില്ല. അച്ഛനും വല്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പോഴാണ് അച്ഛന് ടെൻഷനായത്. രോഹിത്തേട്ടൻ ജയിലിൽ കിടന്നപ്പോൾ ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല അച്ഛന്. ഇപ്പോൾ അച്ഛന് ഭയങ്കര ടെൻഷനായി എന്നൊക്കെ പറയും. അപ്പോഴേക്കും കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നുണ്ട്. കൃഷ്ണമോൾ വന്നിട്ട്, മനുവേട്ടൻ രോഹിത്തേട്ടനെ കാണാൻ വേണ്ടി വന്നതാണോ ചോദിക്കുമ്പോൾ, ആ മോളെ, പക്ഷേ കാണാതിരിക്കുക ഭേദം എന്ന് പറയും. അപ്പോൾ അറിയാം, എന്താ ഹൈ വോൾട്ടേജാണ് അറിയും. അപ്പോൾ ബാലചന്ദ്രൻ അങ്കിളോന്ന് ചോദിക്കാം. അപ്പോൾ അങ്കിളോ ചോദിക്കുകയാണ്. അച്ഛനും അതിൻ്റെ അവസ്ഥ, അച്ഛനും അതിനിപ്പോൾ കാണാതിരിക്കും ഭേദം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ എന്താണ് അപ്പോൾ ഭവിത ആ കിട്ടിയ ചാൻസിന് അലീനെ കുറ്റം പറയാണ്. അവളെ വിചാരം അവൾ എന്തൊക്കെയോ ചെയ്തിട്ടാണ് രോഹിത്തേട്ടനെ ഇറക്കി കൊണ്ടുവന്നെന്നുള്ളൊരു ഭാവമാണ് അവൾക്ക്. അവളെ റെക്കമെൻഡേഷനിലാണ് ഇപ്പോൾ രോഹിത്തേട്ടൻ ഇറങ്ങി എന്നുള്ളൊരു ഇതാണ് എന്നൊക്കെ പറയാൻ. ഇപ്പോൾ ശരണ്യ അവൾ പറഞ്ഞത് പോലെ ചെയ്ത പോലെയാണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മളെ കൃഷ്ണമോൾ പറയും, അതെ ചേച്ചി നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ പറയും, നിങ്ങൾക്കൊന്നും അറിയാത്തൊരു കാര്യമുണ്ട് ബാ എന്ന് പറഞ്ഞിട്ട് ഭവിതേനെ വിളിച്ചുകൊണ്ടിട്ട് ഒരു ഇരുത്തും. അതുപോലെ നീ വാ മോളെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളെ അവിടെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് ഈ വീഡിയോ ഉണ്ടല്ലോ. അതായത് നമ്മളെ അലീന അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് ചെന്ന സമയത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ നോക്കിയല്ലോ, പണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ നോക്കി ആ വീഡിയോ കാണിച്ചു കൊടുക്കണം രണ്ടുപേർക്കും. അപ്പോൾ കണ്ടിട്ട് ഭവിതയുടെ കണ്ണ് തള്ളിയിരിക്കുക. പറയും, ഇതോ, എന്നിട്ടല്ലേ പിന്നെയും അവളവിടെ പോയത് പറയുമ്പോൾ, അതെ, എന്തിനു വേണ്ടിയിട്ടാണ് പോയത് എന്നൊക്കെ. അവളെ അത് പക്ഷേ രോഹിത്തേട്ടന് വേണ്ടിയിട്ടല്ലല്ലോ, അല്ല, രോഹിത്തിന് വേണ്ടിയല്ല പോയത്, അത് ശരണ്യയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ പോയത്. അപ്പോൾ പക്ഷേ ശരണ്യയ്ക്ക് വേണ്ടി പോയത് എന്താണെന്ന് വെച്ചാൽ അവളെ പഴയ മാതിരി കൊണ്ടുവരാനും അവളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് അലീന അവിടെ പോയത്. അത് കാരണം അലീന ഒരു ഓർഫനേജിൽ വളർന്നുകൊണ്ട് അങ്ങനെ കുറേ പെൺകുട്ടികളെ അവർ പഴയ മാതിരി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് പോയത് എന്നൊക്കെ പറയാൻ.
അങ്ങനെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അലീന അതെന്തായാലും ശരിയാക്കി എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അപ്പോഴേക്കും നമ്മളെ അലീന 2-3 ജ്യൂസൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പറയും ആഹാ മനുവേട്ടൻ വന്നു, എപ്പോഴാണ് വന്നേ ചോദിക്കുക. ഞാൻ കുറഞ്ഞ നേരമായി മേഡം വന്നിട്ട് അറിയാം, എന്നാൽ അങ്ങോട്ട് വന്നിരിക്കുക എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പറയും രോഹിത്തിൻ്റെ കാര്യം, ഭയങ്കര കഷ്ടമാണ് മനുവേട്ടാ. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ലൈഫ്, അവൻ്റെ ജീവിതത്തിൽ തന്നെ ആകെ കരിനിഴൽ വീണ പോലെ. അതൊന്നും അവന് പുറത്തിടക്കണമെങ്കിൽ ഒത്തിരി സമയം പിടിക്കും. അത് ഒരു ചതുപ്പിൽ ആണ്ടുപോയ പോലെയുള്ളൂ, തല മാത്രമേ പുറത്തുള്ളൂ. ആ ചതുപ്പൊന്ന് വലിച്ചു കയറ്റി കൊണ്ടുവന്ന് അവൻ്റെ ദേഹം കഴുകി വൃത്തിയാക്കി എടുക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നോക്കാം, പറ്റുമെന്ന് നോക്കട്ടെ, ശ്രമിച്ച് നോക്കട്ടെ എന്ന് പറയണം അലീന കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അലീന ഭക്ഷണമായിട്ട് മുകളിലോട്ട് കയറി പോവുക, കഞ്ഞി. അപ്പോൾ കൃഷ്ണമോൾ പറയും എന്തിനാ വെറുതെ കൊടുക്കുന്നത് ചേച്ചി, അതൊക്കെ തട്ടിക്കളയും, വെറുതെ കൊടുക്കണ്ട എന്നറിയാം. അങ്ങനെ ചെയ്തോട്ടെ മോളെ, എന്നാലും നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഭക്ഷണം കൊടുക്കണ്ടേ നമ്മൾ കൊടുക്കാണ്ട് അവനെങ്ങനെ കഴിക്കുക, തട്ടിക്കളയച്ച് ഇപ്പോൾ അവൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ നമുക്ക് അത് മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. പാവം പിന്നെയും മൂന്നാമതും ഈ കുട്ടി ഫുഡുമായിട്ട് മോളിക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയും മോളെ നീ ഇത് കൊടുക്കാൻ നിൽക്കണ്ടേ, അവന് ഇതെല്ലാം തട്ടിക്കളയും പറയും. അപ്പോൾ പറയാം അച്ഛാ തട്ടാണെങ്കിൽ തട്ടിക്കോട്ടെ, സാരമില്ല, ഇപ്പോൾ അവനല്ല, അവൻ്റെ മനസ്സാകെ ഇതായി കിടക്കുകയാണ്, അതൊന്ന് നേരായി വരാൻ സമയം പിടിക്കും, നമുക്ക് മാറ്റിയെടുക്കാം അച്ഛാ എന്ന് പറയും. അപ്പോൾ കുറേ രോഹിത്തെ വിളിക്കുക. അപ്പോഴേക്കും അവനിങ്ങനെ പ്രാന്ത് പിടിച്ച പോലെ മുട്ടിയൊക്കെ പിടിച്ച് വലിച്ച് ആകെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥയിലാണ് റൂമിലിരിക്കുന്നത്. കാരണം അവന് ആ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവൻ്റെ മനസ്സിൽ ഉണ്ട്, ആ ഒരു രംഗങ്ങൾ അതിൽ ആകെ ഇങ്ങനെ വളറി പിടിച്ചിരിക്കുന്ന ആൾ. അതിൽ പിന്നെയും നമ്മൾ അനിയനെ വിളിക്കുമ്പോൾ തുറക്കുന്നില്ല. അപ്പോൾ അച്ഛാ ഒന്ന് വിളിച്ചേ എന്ന് പറയണം. അങ്ങനെ ഇയാൾ വിളിക്കുമ്പോൾ കുറച്ച് ടഫായിട്ടല്ലോ വിളിക്കുക, എടാ തുറക്കടാ, എന്താടാ വാതിൽ തുറക്കാത്തതെന്നൊക്കെ ഒന്ന് ബഹളം വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് പറഞ്ഞ് വാതിൽ വലിച്ച് തുറക്കുകയാണ്. അപ്പോൾ പറയും നീ അത് നേരം എന്താടാ വാതിൽ അടച്ചിരിക്കുന്നത്, നിനക്ക് എന്തിൻ്റെ കേടാന്നൊക്കെ ചോദിച്ചിട്ട് ബാലേന്ദ്രൻ വെച്ച് വെക്കുകയാണ്. അല്ല കഞ്ഞി കുടിക്കടാ എന്നറിയും. അപ്പോൾ ഒരൊറ്റ തട്ടങ്ങോട്ട് കേട്ടും കഞ്ഞി പാത്രം അങ്ങനെ താഴെ വീണ് പൊട്ട്. അതിലറിയും എടാ നിന്നെ ഞെന്ന് പറഞ്ഞിട്ട് തല്ലാൻ കഴിയുമെന്ന്. അപ്പോഴേക്കും തല്ലിക്കൊല്ല, ഇതിലും ഭേദം അതാണ്, എന്നെ തല്ലിക്കൊല്ലേറി, നീ കൊണ്ടുവന്നതേ അബദ്ധമായി എന്നാണ് തോന്നുന്നത്, എന്തിനാണ് നിങ്ങൾ കൊണ്ടുവന്നത്, ഞാൻ പറഞ്ഞോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞോ എന്നെ അവിടെ തന്നെ ഇടാമായിരുന്നില്ലേ, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അതന്നെ ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ചെല്ലിയാണ്. പിന്നെ അപ്പോൾ അലീന തടുക്കണം, വേണ്ട അറിയാം. അപ്പോൾ പ്ലേറ്റിൽ ട്രേയിൽ പിന്നുള്ളത് 2 സോസറും അതിലെന്തോ കറികളും ആണ്. അപ്പോൾ അത് തട്ടടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ അവന് രോഹിത് തട്ടിക്കളയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഒറ്റ അടക്കല വാതിൽ. അപ്പോൾ നിന്നെ ഞാൻ എന്താ ചെയ്യാമെന്നും പറഞ്ഞിട്ട് പിന്നെയും തല്ലേ. അച്ഛനൊന്ന് ക്ഷമിക്കുകയോ ഒന്ന് ഇതാവുക, അവനല്ല ഇപ്പോൾ അവൻ്റെ ആകെ സ്വഭാവം ആകെ മാറിയിരിക്കുകയാണ്. അതിനിപ്പോൾ ഒരു വഴിയില്ല, അച്ഛൻ ഇങ്ങനെ കടന്ന് ബഹളം വെക്കലേ, അച്ഛൻ ഇതിനാണ് ഇങ്ങനെ അച്ഛനെ കൊണ്ട് വിളിപ്പിച്ചത് അബദ്ധമായി, അച്ഛൻ മാറി നിൽക്കുക എന്ന് പറയും. നീ ഇതിന് വേണ്ടാത്തതിന് നിൽക്കരുത്, നീ ഇനി പച്ചവെള്ളം കൊടുത്ത് തേക്കരുത്, ഇനി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് അടി കിട്ടുക എന്ന് അറിയാണ് ബാലേന്ദ്രൻ. അച്ഛൻ അച്ഛൻ പോയി റിലാക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനെ റൂമിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ എന്നിട്ട് നേരെ എന്ത് ചെയ്യും, സമയം രാത്രി 9 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഗോവർദ്ധനെ വിളിക്കുക. അപ്പോൾ എന്താ ബാലേട്ടാ ഈ നേരത്തെ എന്താ വിളിക്കണേക്കും പറയും, എനിക്കൊരു കാർപ്പൻറ്റർ എപ്പോൾ കിട്ടണമെന്ന് പറയും. ഇപ്പോഴോ സമയം 9 മണി കഴിഞ്ഞല്ലോ ബാലേട്ട, എന്തിനിപ്പോൾ കാർപ്പൻറ്റർ എന്ന് വയ്ക്കും, എനിക്ക് ആവശ്യമുണ്ട് ഗോവർദ്ധൻ, പെട്ടെന്ന് ആളെ കിട്ടുമോ നോക്കുക എന്ന് പറയാണ്. അപ്പോൾ പറയും ബാലേട്ട എവിടുന്ന അപ്പോൾ ഞാൻ സംഘടിപ്പിക്കുക, എവിടെ നിന്നായാലും വേണ്ടില്ല, 10,000 കൊടുത്താലും ആളെ കിട്ടണം. അതെന്താണെന്ന് വയ്ക്കുമ്പോൾ ഒരു വാതിലിനെ നെട്ടും ബോൾട്ടൊക്കെ ഊരി വെക്കാനാണ് ഈ നേരത്തെ വയ്ക്കും. വേണം ഗോവർദ്ധൻ പറഞ്ഞത് അതനുസരിക്ക്, എനിക്കിപ്പോൾ ഒരാളെ കിട്ടണമെന്ന് അറിഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഇരിക്കും, ഇയാൾക്ക് എന്താ മനുഷ്യൻ ഭ്രാന്തായോ എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മളെ അലീന പാവം അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഇതൊക്കെ മാറ്റുന്നുണ്ട്, എല്ലാ ഫുഡും ഒക്കെ അവിടുന്ന് ഇടുമ്പോൾ ഭവിതയും കൃഷ്ണമോളും താഴെ നിന്നിങ്ങനെ നോക്കുക. ഭവിതയ്ക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം ഇതൊക്കെ കണ്ടിട്ട്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമല്ലേ? ഇതിപ്പോൾ ഇങ്ങനെ ലൈവായിട്ട് കാണുമ്പോൾ ഒരു സ്ലോ മോഷനിലാണെങ്കിൽ കുറച്ചും കൂടെ ആസ്വദിച്ച് കാണുമായിരുന്നു, ഇതൊക്കെ വളരെ പെട്ടെന്നല്ലേ അറിയാം. അപ്പോൾ ചേച്ചിക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നത് എന്ന് ചോദിക്കുകയാണ് കൃഷ്ണമോൾ. സമ്മതിക്കണം കേട്ടോ, വല്ലാത്തൊരു മനസ്സ് തന്നെയാണ് ചേച്ചിയുടെ എന്നൊക്കെ ഇങ്ങനെ പറയുക. അല്ലാണ്ട് അപ്പോൾ ഞാനെന്താ അറിയുക, അവൾ വലിയ ആളായിട്ട് അവൾ ആരോന്നാണ് ഒരു ഭാവം. അപ്പോൾ അവൾക്ക് കാരണം രോഹിത് ഇങ്ങനെയൊക്കെ ചെയ്യണതിലും കൂടുതൽ ഇഷ്ടം സന്തോഷം കൊടുക്കുന്നത് നമ്മൾ അലീന അങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാണ്. അപ്പോൾ 1-2 പ്രാവശ്യം പിന്നെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്ത് തട്ടിക്കളഞ്ഞ് പിന്നെയും കൊണ്ടുകൊടുക്കാൻ നിൽക്കണോ വയ്ക്കും.
അപ്പോൾ പറയും നിൻ്റെ ചേച്ചിയുടെയും കൂടി ആങ്ങളയല്ലേ ഏട്ടനല്ലേ ചേച്ചിക്കും കൂടെ ഇതാവില്ലേ. ഞാനാണെങ്കിൽ പിന്നെ മൈൻഡ് ചെയ്യാൻ പോയില്ല, അവിടെ കടന്നോട്ടെ എന്ന് വെക്കുകയുള്ളൂ ചെയ്യും. ഈ അവസ്ഥ എല്ലാവർക്കും വരും, ചേച്ചിക്കും വരും. നാളെ ആ മുടിയനുണ്ടല്ലോ, അവൻ ചേച്ചിയെ തേച്ചിട്ട് പോകുമ്പോൾ പിന്നെ ചേച്ചിക്കും അപ്പോൾ ആരെങ്കിലുമൊക്കെ കൂട്ട് വേണ്ടി വരും, അത് മനസ്സിലാക്കിക്കോ എന്ന് പറയുന്നത് കൃഷ്ണമോള്. അവനെന്നെ തേച്ചു പോകുന്നത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് പറയും. പിന്നെ എനിക്കറിയാതെ അവനെ കണ്ടാലറിയാം തനി ഫ്രോഡാണെന്ന്. അവൻ ചേച്ചി ചുമ്മാ ഭിത്തിയിൽ ഒട്ടിക്കല്ലേ ചെയ്യുക, ചവിട്ടി അരച്ചിട്ടാവും പോവാന്ന് പറയുകയാണ് കൃഷ്ണമോൾ കേട്ടോ. അപ്പോൾ പറയും അപ്പോൾ ഇങ്ങനെ ഇതൊരുമാതിരി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയും അത് അധികം വൈകാതെ കാണാം, അപ്പോൾ ചേച്ചി എന്താ ചെയ്യുന്നത് നമുക്കൊന്ന് കാണാലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മൾ അലീന എല്ലാം വൃത്തിയാക്കി ഇതൊക്കെ കോരി വൃത്തിയാക്കിയിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയും എന്ത് കാര്യമുണ്ട് ചേച്ചി എന്തിനത് കൊണ്ട് കൊടുത്ത് എന്നറിയും. അതൊന്നും സാരില്ല മോളെ, അവനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ കുറച്ച് സമയം വേണം, പലതും നമ്മൾ ക്ഷമിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും. അതൊന്നും കാര്യമാക്കണ്ട, എങ്ങനെയെങ്കിലും നമുക്ക് അവനൊന്ന് മാറ്റിയെടുത്തല്ലേ പറ്റൂ, അതിൻ്റെ ഓരോരോ ഘട്ടങ്ങളാണിത് എന്നിങ്ങനെ പറയാണ്. അത് കഴിഞ്ഞ് അത് കണ്ട് പോകുമ്പോൾ പാവം കൃഷ്ണമോൾ ഇങ്ങനെ നോക്കി നിൽക്കണം, അവൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ സങ്കടം. അത് കഴിഞ്ഞ് പിന്നെയും രോഹിത്ത് ഇങ്ങനെ റൂമിലിങ്ങനെ എന്നെ നെള്ളിപ്പിരി കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വീണ്ടും ബാലേന്ദ്രൻ കാർപ്പൻ്ററേയും കൊണ്ട് വരുന്നത്. വാതിലോർക്ക് കറന്ന് ബഹളം വയ്ക്കേണ്ട അയാൾ. അങ്ങനെ എന്താന്ന് വെച്ചാൽ വാതിലോർക്കുമ്പോൾ കാണാം കാർപ്പൻ്ററും ഗോവർദ്ധനും നിൽക്കണം. അപ്പോൾ എന്താ നിൽക്കുന്നത് നിൽക്കും. അപ്പോൾ രോഹിത്തിനോട് സംസാരിക്കുന്നില്ല, കാർപ്പൻ്ററോട് പറയും ഈ വാതിലിൻ്റെ നെട്ടും ബോൾട്ടും അതുപോലെ ലോക്കും എല്ലാം ഊരി വയ്ക്കണം എന്ന് പറയും. അപ്പോൾ സാറേ എന്തിനാ ഇതൊക്കെ ഊരി വയ്ക്കണം, അതെന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ പറഞ്ഞ പണി ചെയ്യേ എന്ന് പറയുകയാണ്. അങ്ങനെ ആ വാതിലിൻ്റെ നെട്ടും ബോൾട്ടും ലോക്കൊക്കെ മറ്റേ ഇയാൾ ഊരിയെടുക്കുകയാണ്. കാർപ്പൻ്ററെ കൊണ്ടുവന്നിട്ട് അയാൾ ഊരി എടുക്കുകയാണ്. അപ്പോൾ രോഹിത്തിന് ഇനി വാതിലടച്ചിരിക്കാൻ നിവർത്തിയില്ല, ഡോറടയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആകപ്പാടെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കാരണം അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ മനസ്സ് മുഴുവൻ പോയി. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നാട്ടുകാർ നിന്നെ പട്ടീനെ കല്ലെറിയും പോലെ എറിയും, നിനക്കറിയില്ല ഞാൻ ഇവളും കൂടെ എന്തുമാത്രം എവിടേക്ക് കൂടെ കറന്ന് ഓടിക്കഴിഞ്ഞിട്ടാണ് എന്നെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കിയതെന്ന് നിനക്കറിയോ, അതൊന്നും നിനക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോഴാണ് പറയുന്നത് നിങ്ങൾ എന്നെ ജാമ്യത്തിൽ ഇറക്കി, നിങ്ങൾക്ക് എന്നെ കൊല്ലാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മളുടെ മഴ തോരും മുൻപേലെ കഥ പോകുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട, സീരിയൽ കാണുക. അതുപോലെ എൻ്റെ കഥ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് വിഷുവാണ്, ഹാപ്പി വിഷു. ഓക്കെ, താങ്ക് യു.